ജോസഫ് നേരത്തെ പറഞ്ഞ കാര്യം താങ്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. ഇതൊരു കേരളത്തോടുള്ള അവഹേളനമായിട്ട് കാണുന്നതില്ല. മാത്രമല്ല ഈ രീതിയിലുള്ള ഒരു പെരുമാറ്റം അല്ല ഈ രീതിയിലുള്ള ഒരു പ്രതികരണമല്ല വിജയിച്ചതിന് ശേഷം സുരേഷ് ഗോപിയിൽ നിന്ന് പ്രതീക്ഷിച്ചതാണ്. അല്ല, ഞാൻ ആദ്യം സുരേഷിനോട് പറയുന്നത് ജോസഫ് സി മാത്യു പറയുമ്പോഴും അതുപോലെ ഫസൽ ഗഫൂർ ആദ്യം പറഞ്ഞപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള ചില ഘടകങ്ങൾ അവർ സൂചിപ്പിച്ചു. എന്തേ ഏഷ്യാനെറ്റിന് മാത്രം ഈ കുത്തിത്തിരി പരിപാടി ഒന്ന് നിർത്തിക്കൂടെ? എന്റെ സ്വഭാവം ഞാൻ നല്ല ഭാഷയിലാണ് ആദ്യത്തെ വരി സംസാരിച്ചത്. ഇന്ന് 2 മന്ത്രിമാരെ കേരളത്തിന് സമ്മാനിക്കുകയും കേരളം 2 മന്ത്രിമാരിലൂടെ നരേന്ദ്രമോദിയുടെ സർക്കാരിൽ കേരളത്തിൻ്റെ പ്രാതിനിധ്യം ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ക്യാബിനറ്റ് റാങ്കിന് അർഹതയില്ലേ സുരേഷ് ഗോപിയെ ഒതുക്കിയോ മറ്റേ കേരളത്തെ സുരേഷ് ഗോപിയെ ഒതുക്കിയോ ഇല്ലാതാക്കിയോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് സുരേഷെ ഇന്നെങ്കിലും ഒരു ദിവസം ഇന്നത്തെ കഴിഞ്ഞാൽ നിങ്ങൾ പഴയ മാതിരി ആവും, എനിക്ക് വിരോധമില്ല, അതിൽ രാഷ്ട്രീയമുണ്ട്. ഇന്നെങ്കിലും ഒരു ദിവസം കേരളത്തിന് അർഹമായ പരിഗണന കിട്ടി എന്നെങ്കിലും നിങ്ങൾക്ക് ചർച്ച ചെയ്യാമായിരുന്നില്ലേ? അതായിരുന്നില്ല ഒരു മാന്യത. നാളെ തൊട്ട് നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല എന്നറിയാം. കഴിഞ്ഞ ഇത്രയും വർഷമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല. 2 ടേമായിട്ട് ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിസഭയെയും എതിർത്തുകൊണ്ടിരുന്നവരാണ് നിങ്ങൾ. പക്ഷെ ആദ്യം താങ്കൾ എക്സിറ്റ് പോളിൽ തുടങ്ങി, അതിൽ നിന്ന് പിൻവാങ്ങി, ഒപ്പീനിയൻ പോൾ പറഞ്ഞു, അതിൽ നിന്ന് പിൻവാങ്ങി. ഇപ്പൊ താങ്കൾ പറഞ്ഞ് മാന്യത പഠിപ്പിക്കുകയാണ്. ഈ ഗോപാലകൃഷ്ണൻ എന്നെ മാന്യത പഠിപ്പിക്കാൻ വരരുത്. അല്ല, എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ദേവി, ഇത് താങ്കൾക്ക് ഞാൻ ഉന്നയിക്കുന്ന ചോദ്യങ്ങളോട് വിമർശനം പറയാം, താങ്കളുടെ നിലപാട് പറയാം, പക്ഷേ മാന്യത പഠിപ്പിക്കാൻ ദേവിയത് ഗോപാലകൃഷ്ണൻ മെനക്കെടണ്ട. നിങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം ഞാൻ നിങ്ങളുടെ ചാനലിൽ ചർച്ചയ്ക്ക് വന്നാൽ നിങ്ങളെ ചോദ്യം ചെയ്യാനുള്ള കടമയും നിങ്ങളെ ചോദ്യം ചെയ്യാനുള്ള അവകാശം എനിക്കുണ്ട്. ഇത് നീ ചോദിച്ചു വാങ്ങിച്ചതാണ്, ഇനി ചോദിക്കരുത്, എനിക്ക് വയ്യ. എന്താണ് നിങ്ങളുടെ ക്യാപ്ഷൻ? സുരേഷ് ഗോപിയെ ഒതുക്കിയോ? ക്യാബിനറ്റ് റാങ്കിന് അർഹതയില്ലേ? എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു